അതർ സ്റ്റേറ്റ് വെഹിക്കിൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര ടാക്സ് അടയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ 15 വർഷത്തേക്കാണ് ടാക്സ് അടയ്ക്കേണ്ടത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവരുന്ന കാർ എത്രയാണോ ബാലൻസ് ഇയർ എന്ന് വെച്ചാൽ ആ വർഷത്തേക്ക് ടാക്സ് അടച്ചാൽ മതി. ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവരുന്ന വെഹിക്കിൾ 2015 മോഡലാണെന്ന് വെക്കുക. 2025 വർഷത്തിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കാറിൻ്റെ പഴക്കം 10 കൊല്ലം. ഇനി ബാലൻസ് 5 വർഷം കൂടിയാണ്. ആ വർഷത്തേക്കുള്ള ടാക്സ് മാത്രം നമ്മൾ അടിച്ചാൽ മതി. 2023 മുതലുള്ള കേരള റോഡ്സ് ടാക്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. പർച്ചേസ് വാല്യൂ 1 lakh ആണെങ്കിൽ 13% ടാക്സ് അടിക്കണം. അതുപോലെ തന്നെ പർച്ചേസ് വാല്യൂ 1 to 2 lakhs ആണെങ്കിൽ 15%, പർച്ചേസ് വാല്യൂ എബോവ് 2 lakhs ആണെങ്കിൽ 21% മോട്ടോർ വെഹിക്കിളിന് വരുന്നത്. അതുപോലെ തന്നെ മോട്ടോർ കാറിന് എത്ര ടാക്സ് വരുമെന്ന് നമുക്ക് നോക്കാം. പർച്ചേസ് വാല്യൂ അപ് ടു 5 lakhs ആണെങ്കിൽ 10%, പർച്ചേസ് വാല്യൂ 5 to 10 lakhs ആണെങ്കിൽ 13%, പർച്ചേസ് വാല്യൂ 10 to 50 lakhs ആണെങ്കിൽ 15%, പർച്ചേസ് വാല്യൂ 15 to 20 lakhs ആണെങ്കിൽ 17%. അതുപോലെ തന്നെ പർച്ചേസ് വാല്യൂ അബോവ് 20 lakhs ആണെങ്കിൽ 22% ടാക്സ് ആയി വരിക. 3 വീലേഴ്സിന് 8%, ഇലക്ട്രിക് വെഹിക്കിളിന് പ്രൈവറ്റ് ആണെങ്കിൽ മോട്ടോർ കാറാണെങ്കിൽ 5%.